മെയ് 15 വ്യാഴാഴ്ച അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് നമ്മൾ വിഷ്ണു ഭക്തർക്ക്. എത്രയോ അനുഗ്രഹീത ദിവസങ്ങളാണ് നമുക്ക് ഈ പുണ്യമാസം സമ്മാനിച്ചിരിക്കുന്നത്. ഈ പവിത്രമായ വൈശാഖ മാസത്തിൽ ഏകദേശം പകുതി ദിവസങ്ങളോളം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഓരോ പുണ്യ ദിവസങ്ങളും നമ്മൾ അത്രയും ഭക്തിപൂർവമാണ് ആചരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളുടെ മേൽ ചൊരിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പറഞ്ഞു, മെയ് 15 വ്യാഴം ഒരു അതിവിശിഷ്ട ദിവസമാണ്, വളരെ ശുഭകരമായ ഒരു ദിവസമാണ്. വിഷ്ണുപതി പുണ്യകാലം അല്ലെങ്കിൽ ഹരിപാദ പുണ്യകാലം. ഈ പ്രാവശ്യം ഭഗവാന് ഏറെ പ്രാധാന്യമുള്ള വ്യാഴാഴ്ചയാണ് വിഷ്ണുപതി പുണ്യകാലം വരുന്നത് എന്നത് ഫലം ഇരട്ടിയാക്കുന്നതാണ്. വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതിനും അതിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി നമ്മളിൽ വന്നു ചേരുന്നതിനുമായുള്ള ഒരു അപൂർവ കാലമാണ്, ദിവസമാണ് ഈ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിന്റെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന പുണ്യ സമയമാണ് വിഷ്ണുപതി കാലം. വർഷത്തിൽ 4 തവണ മാത്രമേ ഈ അപൂർവ കാലം വരാറുള്ളൂ. അതായത് സൂര്യൻ ചില രാശികളിലേക്ക് സ്ഥിരസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ സമയം സംഭവിക്കുന്നത്. സൂര്യൻ കുംഭം, ഇടവം, ചിങ്ങം, വൃശ്ചികം എന്നീ 4 രാശികളിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് നമുക്ക് വർഷത്തിൽ ഈ 4 വിഷ്ണുപതി പുണ്യകാലം ലഭിക്കുന്നത്. ഇപ്പോൾ ഇടവ മാസത്തിലേക്ക് മെയ് 15 തീയതി വ്യാഴാഴ്ചയാണ് സൂര്യൻ പ്രവേശിക്കുന്നത്. അതിനനുസരിച്ച് മെയ് 14 രാത്രി 11:51 സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 15 വ്യാഴാഴ്ചയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്നത്. വിഷ്ണുപതി പുണ്യകാലം ആചരിക്കുന്ന ദിവസം, അതായത് മെയ് 14 രാത്രി 1:30 മുതൽ മെയ് 15 രാവിലെ 10:30 വരെയുള്ള 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം മനസ്സിൽ ഒരാഗ്രഹം ശക്തമായി പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് നടക്കേണ്ടതായ ശക്തമായ നമ്മുടെ ഒരു ആഗ്രഹം അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു പൂജ, അതുപോലെ വ്രതം എന്നിവ എടുക്കുന്നവർക്ക് എത്ര തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരാഗ്രഹമാണെങ്കിലും അന്നേ ദിവസം ഭഗവാൻ ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആഗ്രഹ സഫലീകരണത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാണ്. വിഷ്ണുപതി പുണ്യകാലം വിഷ്ണു പൂജ നടത്തുന്ന ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും ജനന മരണ ചക്രത്തിൽ നിന്ന് പോലും മോചനം ലഭിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ദിവസം വിഷ്ണു ഭഗവാനോടൊപ്പം സാക്ഷാൽ ഗരുഡസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്നതാണ്. നമ്മൾ ഭക്തരെ അതിശയിപ്പിക്കും വിധമുള്ള അനുഗ്രഹങ്ങളാണ് ഈ ഒരൊറ്റ പുണ്യ ദിവസത്തിലൂടെ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യ ദിവസം നമ്മുടെ ഈ ഒരു കാലത്ത് നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഭഗവാന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം വ്രതം നോൽക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി വ്രതം നോൽക്കാൻ കഴിയാത്തവർ വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു ജപങ്ങൾ, ഭഗവാന്റെ കഥകൾ, ഐതിഹ്യങ്ങൾ എന്നിവ ശ്രവിക്കുക, വിഷ്ണു പൂജകളിൽ പങ്കെടുക്കുക. വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിലൊരൈതിഹ്യം നരസിംഹസ്വാമിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. നരസിംഹസ്വാമി ഹിരണ്യകശിപുവിനെ വധിച്ച് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ചിട്ട് നിൽക്കുന്ന സമയമാണ്. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും നരസിംഹസ്വാമിയുടെ കോപം അടങ്ങിയിരുന്നില്ല. ഭഗവാന്റെ ആ രൗദ്രഭാവം കണ്ട് ദേവന്മാരും മുനിമാരുമെല്ലാം ഭയന്ന് നിൽക്കുകയാണ്. അവരെല്ലാം ഭഗവാന്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയുടെ അടുത്ത് ചെന്ന് അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ലക്ഷ്മി ദേവി ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ എത്തുകയും ദേവിയുടെ നിഴൽ ഭഗവാന്റെ പുറത്തു പതിഞ്ഞപ്പോൾ തന്നെ ഭഗവാന്റെ കോപമൊക്കെ പൂർണ്ണമായി ശമിപ്പിക്കുകയും ഭഗവാൻ വളരെയധികം ശാന്തനാവുകയും ചെയ്തു. അതിനുശേഷം നരസിംഹസ്വാമി തന്റെ ഇടത് തുടയിൽ ദേവിയെ ഇരുത്തുകയും ചെയ്തു. ഭഗവാൻ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിൽ ശാന്തനായ ആ ഒരു സമയവും ഈ വിഷ്ണുപതി പുണ്യകാലമായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അന്നേ ദിവസം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതിന്, അതായത് മെയ് 15 വ്യാഴാഴ്ച നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്നേ ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് നിലവിളക്ക് കൊളുത്തുക. ഭഗവാൻ ഒരു നെയ് ദീപം സമർപ്പിക്കുക. ഭഗവത് നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ എന്നിവ ഭക്തിയോടുകൂടി ചൊല്ലുക. ഭഗവാന്റെ പാദത്തിൽ 108 തുളസി ഇലകൾ ഓരോന്നായി സമർപ്പിച്ചുകൊണ്ട് ഓരോ സമർപ്പണത്തിനും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ചൊല്ലുക. 1008 തവണയാണെങ്കിൽ അത്രയും പുണ്യമാണ്, അത്രയും ഐശ്വര്യമാണ്. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു 108 തുളസി ഇലകൾ എടുത്തിട്ട് ഓരോന്നായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ഏറ്റവും ഐശ്വര്യദായകമാണ്. നേരത്തെ പറഞ്ഞ പോലെ
പെട്ടെന്ന് തന്നെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണില്ലേ? പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു ആഗ്രഹം ശക്തമായ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അത്രയും മനസ്സറിഞ്ഞ് വിളിച്ചുകൊണ്ട് അപേക്ഷിക്കുക. അന്നേ ദിവസം തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാൻ ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക. വളരെ ഐശ്വര്യമാണ്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂ സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. ഭഗവാന് പാൽപ്പായസമൊക്കെ ഒരു നിവേദ്യം വന്ന് കഴിപ്പിക്കുന്നത് വളരെ ഐശ്വര്യമാണ്. അതുപോലെ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോവാൻ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും വീട്ടിൽ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമായ പാൽപ്പായസം നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി ഭഗവാൻ സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ഭഗവാന് പ്രിയപ്പെട്ട മറ്റു വഴിപാടുകൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ പോലെ ചെയ്യാവുന്നതാണ്. ഭഗവത് നാമങ്ങൾ ചൊല്ലി കുറച്ചു നേരം ക്ഷേത്രത്തിൽ ചിലവഴിക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിനൊപ്പം ഗരുഡസ്വാമിയെയും പ്രാർത്ഥിക്കുക. ഗരുഡ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായാൽ അത്രയും നല്ലതാണ്. നമ്മളിൽ അകാരണമായി നിറയുന്ന ഭയം അകറ്റാൻ ഗരുഡ ഭഗവാനെ നിത്യവും ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നമാണ് സർപ്പഭയം എന്ന് പറയുന്നത്. ഇത്തരം ആളുകൾ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും നല്ല ഭയമായിരിക്കും. അതായത് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയാലും ഇഴജന്തുക്കൾ എന്തെങ്കിലും കാണുമോ എന്നുള്ളൊരു ഭയം അവരെ ഇങ്ങനെ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അത്തരക്കാർക്ക് ജപിക്കാൻ ഉത്തമമാണ് ഗരുഡ മന്ത്രം. നിത്യവും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഗരുഡ മന്ത്രം ഇതാണ്: ഓം ഗരുഡായ നമ, ഓം വേദഗരുഡായ നമ, ഓം വീരഗരുഡായ നമ, ഓം ശ്രീകൃഷ്ണ ഗരുഡായ നമ, ഓം മന്ത്രഗരുഡായ നമ, ഓം യന്ത്രഗരുഡായ നമ, ഓം സിദ്ധഗരുഡായ നമ, ഓം നാഥഗരുഡായ നമ, ഓം അഘോരഗരുഡായ നമ, ഓം ശക്തിഗരുഡായ നമ. അങ്ങനെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. കഴിയാത്തവർ നമ്മുടെ വീടുകളിൽ തന്നെ നാമജപം, പൂജ എന്നിവ നടത്താവുന്നതാണ്. പൂർണ്ണ ഉപവാസം എടുക്കാൻ കഴിയുന്നവർക്ക്, അതായത് നമ്മൾ എല്ലാ വ്രതങ്ങളിലും പറയുന്നത് പോലെ തന്നെ ആരോഗ്യം, സാഹചര്യം എന്നിവയൊക്കെ നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഉപവാസം അന്നേ ദിവസം എടുക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ വൈശാഖ മാസം പൂർണ്ണ ദിവസങ്ങൾ തന്നെ ഏറ്റവും പുണ്യമാസമാണ്. ഭഗവാൻ ദേവിയോടൊപ്പം ഈ ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ പോലും സന്നിഹിതനായിരിക്കുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു. അതിലും വളരെ പുണ്യതയുള്ള ഒരു ദിവസമാണ് വിഷ്ണുപതി കാലം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് വേണ്ടി നമ്മളെല്ലാ ഭക്തർക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ആ ഒരു 9 മണിക്കൂർ സമയം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ഭഗവാൻ നമ്മൾക്ക് വേണ്ടി അത്രയും സമയം പൂർണ്ണമായും നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മളും ആ ഒരു ദിവസം പൂർണ്ണമായും ഭഗവാന് വേണ്ടി സമർപ്പിക്കാനും തയ്യാറായിരിക്കണം. നമ്മൾക്ക് ഒരിക്കലെടുത്തും വ്രതം നോൽക്കാവുന്നതാണ്. അതായത് അന്നേ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടും വ്രതം നോൽക്കാം. ഇനിയും അതും സാഹചര്യവും ആരോഗ്യവും അനുവദിക്കുന്നില്ലെങ്കിൽ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തലേദിവസവും ഒരിക്കലൊക്കെ നോക്കിക്കൊണ്ടും നമ്മൾക്ക് വ്രതം നോൽക്കാവുന്നതാണ്. അന്നേ ദിവസം ദാനം ചെയ്യുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്. അതായത് അർഹതപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ദാനം ചെയ്യുക വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ്. ജലദാനമാണ് നമ്മളെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അത് ചെയ്യുക. വസ്ത്രദാനം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഈ വൈശാഖ മാസത്തിലെ അതിപുണ്യമായ വിഷ്ണുപതി പുണ്യകാലത്ത് ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവത് നാമം നാവിലും മനസ്സിലും നിറച്ച് ഭഗവാനോട് ചേർന്ന് നിൽക്കുക. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ, ഗുരുവായൂരപ്പന്റെ, ലക്ഷ്മി ദേവിയുടെ ഒക്കെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.